ഇത് ഞാൻ കോഡ് പറയാത്തത് ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് താറാക്കി ബൈഹാർട്ട് ചെയ്യണം. വേറെ ഒരു രക്ഷയില്ല, പഠിച്ചേ പറ്റും. കടം വാങ്ങിയത് റഫ് ബുക്കിലാണ്. റഫീഖ് അഹമ്മദ്. അക്ബറിന്റെ ജാതകം വേദങ്ങളിലുണ്ട്. സോമനാഥ് എന്ന് പറഞ്ഞ ആദിശങ്കരൻ അല്ലേ, അല്ലെങ്കിൽ ശ്രീശങ്കര പുരസ്കാരം സോമനാഥ്. വരാൻ പോകുന്ന PSC പരീക്ഷകളിൽ നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്, ഒരു പോയിന്റ് എല്ലാവരും മനസ്സിൽ കയറ്റി, അത് ഗഗൻയാനാണ്. ഒരു സംശയം വേണ്ട, 100% ഞാൻ ഗ്യാരണ്ടി. 2024 ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളെല്ലാം നമ്മൾ മന്ത്ലി വൈസ് ക്ലാസ്സുകളായി തിരിച്ചുകൊണ്ട് പഠിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 2024 മന്ത്ലി വൈസ് ക്ലാസ്സിൻ്റെ 3 ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇന്ന് 4ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ തുടങ്ങുകയാണ്. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ചില പുരസ്കാരങ്ങൾ പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. 2024 കടമ്മനിട്ട പുരസ്കാരം പ്രഖ്യാപിച്ചു. 2024 കടമ്മനിട്ട പുരസ്കാരം കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റഫീഖ് അഹമ്മദിനാണ്. നമ്മൾ സാധാരണ കടം വാങ്ങാറില്ലേ? ഇത് ചെറിയ ചെറിയ പൊടിക്കൈകളാണ് ഞാൻ പറഞ്ഞത്, കോടനാക്കി കരുതേണ്ട, ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കാം. നമ്മൾ കടം വാങ്ങുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും മറന്നു പോറൊക്കെ ഉണ്ട് ചിലരോട് കടം വാങ്ങുമ്പോൾ. അപ്പോൾ ഇനി എൻ്റെ കൂട്ടുകാരെന്ത് ചെയ്യുക, ഒരു റഫ് ബുക്ക് എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ കടം വാങ്ങുന്നൊക്കെ എഴുതി വെക്കുക. അപ്പോൾ നോക്കൂ, കടമനിട്ട പുരസ്കാരം 2024 ലഭിച്ചത് റഫ് ബുക്കിൽ നമ്മൾ എഴുതി വെക്കണം. കടം വാങ്ങുക, റഫ് ബുക്ക്. കടമനിട്ട പുരസ്കാരം റഫീഖ് അഹമ്മദ്. പഠിച്ചോളുക, കടമനിട്ട പുരസ്കാരം റഫീഖ് അഹമ്മദ്. 2024 അക്ബർ കക്കട്ടിൽ പുരസ്കാരമോ? കടമനിട്ട പുരസ്കാരം ഇതാ റഫീഖ് അഹമ്മദ്. അല്ലേ, നിങ്ങൾ ആടുജീവിതം എന്നൊരു സിനിമ ഓർമ്മയില്ലേ നമുക്ക്? എന്ത് മനോഹരമായ വരികളാണ് ആടുജീവിതത്തിലല്ലേ. റഹ്മാനേ, ആ വരികളൊക്കെ എഴുതി ആരാണ്? നമ്മുടെ ഈ പറയുന്ന റഫീഖ് അഹമ്മദ് ആട്ടോ, മറന്നു പോകണ്ട. അപ്പൊ കടം വാങ്ങിക്കഴിഞ്ഞാൽ റഫ് ബുക്കിൽ എഴുതണം. അതുപോലെ റഫീഖ് അഹമ്മദിനെ മറക്കണ്ട. അക്ബർ കക്കട്ടിൽ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ അക്ബർ കക്കട്ടിൽ, 2024 അദ്ദേഹത്തിന്റെ പേരിലുള്ള പുരസ്കാരം അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത് മനോജ് ജാതവേദർക്കാണ്. അക്ബറിന്റെ ജാതകം നോക്കൂ, അത് വേദങ്ങളിൽ പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ അക്ബറിന്റെ ജാതകം വേദങ്ങളിലുണ്ടെന്നൊന്ന് ആലോചിച്ച് വെച്ചേ. അക്ബർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അക്ബർ ചക്രവർത്തിയെ ഓർമ്മ വരുമോ? വന്നാലും ഇല്ലെങ്കിലും PSCക്ക് പഠിക്കുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കുക, അക്ബറിന്റെ ജാതകം വേദങ്ങളിലുണ്ട്. വേദങ്ങളൊക്കെ ഇറങ്ങി കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് അക്ബർ ചക്രവർത്തി അല്ലെങ്കിൽ മിഡീവൽ ഇന്ത്യ, മുഗൾ സാമ്രാജ്യമുള്ളത്. പക്ഷെ നമുക്ക് പഠിക്കാൻ വേണ്ടി പഠിക്കാം, അക്ബറിന്റെ ജാതകം വേദങ്ങളുണ്ട്. അല്ലേ, നോക്കൂ, അക്ബർ കക്കട്ടിൽ. ഓക്കെ, മനോജ് ജാതവേദർ. സെറ്റാണോ? മനോജ് ജാതവേദർ ഇദ്ദേഹമാണ്. അദ്ദേഹം ആദിശങ്കര ട്രസ്റ്റിന്റെ ശ്രീ ശങ്കര പുരസ്കാരം ലഭിച്ചത് നോക്കൂ, ISROയുടെ ചെയർമാൻ S സോമനാഥിനാണ്. ആദിശങ്കര ട്രസ്റ്റിന്റെ ശ്രീശങ്കര പുരസ്കാരം ലഭിച്ചത് S സോമനാഥിനാണ്. ആദിശങ്കര ട്രസ്റ്റിന്റെ ശ്രീശങ്കര പുരസ്കാരം ലഭിച്ചത് S സോമനാഥിനാണ്. മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോക് മത് പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസിനാണ്. നോക്കൂ, മലയാളിക്ക് അഭിമാനിക്കാം. കാരണം വളരെ മികച്ച ചില പ്രസംഗങ്ങൾ ഈ കഴിഞ്ഞ വർഷം 2023 പാർലമെന്റിൽ നടത്തിയ അപൂർവം ചില പാർലമെന്റേറിയന്മാരിൽ ഒരാളാണ് ജോൺ ബ്രിട്ടാസ്. രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ കിടിലൻ പ്രസംഗങ്ങൾ അല്ലേ, കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളും കൊണ്ടാടിയിട്ടുണ്ട്. നമ്മളത് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പം നോക്കൂ, ബ്രിട്ടാസിന്റെ പ്രത്യേകത ശ്രദ്ധിക്കണം. ഇത് ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം അദ്ദേഹം ഒരു പുതുമുഖമാണ്. രാജ്യസഭയിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അദ്ദേഹത്തിന്, പക്ഷേ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ മികച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാൻ കാരണം. അവിടെ ഞാൻ പറയുന്നത് പൊളിറ്റിക്സ് അല്ല കേട്ടോ. കാരണം BJPക്കാരായിക്കോട്ടെ, കോൺഗ്രസ്സുകാരായിക്കോട്ടെ, CPMകാരായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും ഇദ്ദേഹത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങളെയൊക്കെ നമ്മൾ അഭിനന്ദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഒരു പാർലമെന്റേറിയൻ അംഗം എന്ന് പറഞ്ഞാൽ ആ പാർലമെന്റിന്റെ നല്ല രൂപത്തിൽ ഇടപെടുന്ന വ്യക്തിയായിരിക്കണം. അത് ഏത് രാഷ്ട്രീയമാണെങ്കിലും അദ്ദേഹം ഒരു പുതുമുഖമായിട്ട് ഇടപെട്ടു. ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങളുടെ മനസ്സിൽ 2 പേരുകൾ മാറരുത്. അടുത്ത സ്ലൈഡിൽ NK പ്രേമചന്ദ്രനെ കുറിച്ച് പറയും. അപ്പോൾ NK പ്രേമചന്ദ്രൻ കേരളത്തിലെ MP ആണ്, ലോക്സഭാ MP ആണ്. ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിലെ കേരളത്തിലെ അംഗമായ MP ആണ്. അപ്പം ജോൺ ബ്രിട്ടാസ് നവാഗത, അവിടെ ശ്രദ്ധിക്കണം, നവാഗത പാർലമെന്റിനുള്ള ലോക് മത് പുരസ്കാരം കിട്ടിയത് ജോൺ ബ്രിട്ടാസ് ലോക് മത് പുരസ്കാരം 2023 സെറ്റ്. ശ്രീശങ്കര പുരസ്കാരം കിട്ടിയത് ആദിശങ്കരന്റെ പേരുള്ള ശ്രീശങ്കര അല്ലെ, ആദിശങ്കര ട്രസ്റ്റിലെ ശ്രീശങ്കര പുരസ്കാരം കിട്ടിയത് S സോമനാഥ്. മനോജ് ജാതവേദർ അല്ലെ, അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു? അക്ബർ കക്കട്ടിൽ പുരസ്കാരം. കടം വാങ്ങിയത് റഫ് ബുക്കിലാണ്. റഫീഖ് അഹമ്മദ്. അക്ബറിന്റെ ജാതകം വേദങ്ങളിലുണ്ട്. സോമനാഥ് എന്ന് പറഞ്ഞ ആദിശങ്കരൻ അല്ലെ, അല്ലെങ്കിൽ ശ്രീശങ്കര പുരസ്കാരം സോമനാഥ്. നവാഗതന പാർലമെന്റേറിയനുള്ള ലോക് മത് പുരസ്കാരം ജോൺ ബ്രിട്ടാസ്. സെറ്റല്ലേ? നോക്കൂ, വീണ്ടും പുരസ്കാരങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞത്, ബ്രിട്ടാസും ഇതും തമ്മിൽ മാറരുത്.
കാരണം NK പ്രേമചന്ദ്രൻ, കൊല്ലത്തിന്റെ MP NK പ്രേമചന്ദ്രൻ, അദ്ദേഹം 17ാമത് ലോക്സഭയിലെ മികച്ച പ്രകടനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മികച്ച പ്രകടനം നടത്തിയ അദ്ദേഹത്തിന് അത് അടിസ്ഥാനമാക്കിയുള്ള സൻസദ് മഹാരത്ന പുരസ്കാരം. അപ്പൊ ഇത് രണ്ടും കൂട്ടുകാർ തിരിഞ്ഞു പോകരുത്. ഓക്കെ, ചിലപ്പോൾ ലോക്മത്ത് പുരസ്കാരം ചോദിക്കും, ലോക്മത്ത് പുരസ്കാരം. അപ്പൊ ലോക്മത്ത് പുരസ്കാരം എന്ന് മാത്രമേ ഉണ്ടോ? അപ്പൊ ആ പേര് ശ്രദ്ധിക്കണം, ലോക്മത്ത് പുരസ്കാരവും അതുപോലെ സൻസദ് പുരസ്കാരം, അവിടെ എഴുതാം സൻസദ് പുരസ്കാരവും, രണ്ടും മാറരുത്. സൻസദ് ഇത് നല്ല മികച്ച പാർലമെന്റിലെ പ്രകടനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന സൻസദ് മഹാരത്ന പുരസ്കാരം കിട്ടിയത് NK പ്രേമചന്ദ്രൻ. മറ്റേത് പുതുമുഖം എന്ന രൂപത്തിൽ ലോക്മത്ത് പുരസ്കാരം ജോൺ ബ്രിട്ടാസ്. രണ്ടും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, 2024 പൂന്താനം സ്മാരക പുരസ്കാരം കിട്ടിയത് ശ്രീകുമാരൻ തമ്പി സാറിനാണ്. പൂന്താനം ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പി സാറിന് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതാണ്, 2023 നമ്മൾ അദ്ദേഹത്തിന് 8ഓളം പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയത് പഠിച്ചിരുന്നു. അപ്പോൾ 2024 ഇതാ പുരസ്കാരങ്ങൾ തുടങ്ങുകയാണ്. 2024 പൂന്താനം സ്മാരക പുരസ്കാരം കിട്ടിയത് ശ്രീകുമാരൻ തമ്പി സാറിനാണ്. നമ്മുടെ NK പ്രേമചന്ദ്രൻ എന്ത് കിട്ടുന്നു? സൻസദ് മഹാരത്ന പുരസ്കാരം. സൻസദ് മഹാരത്ന. 2024 PJ ആന്റണി പുരസ്കാരം ലഭിച്ചതാർക്കാണ്? PJ ആന്റണി. മക്കളെ, PJ ആന്റണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച സ്റ്റാറ്റിക് GK വരുന്ന PJ ആന്റണി തന്നെ. അപ്പൊ 2024 PJ ആന്റണി പുരസ്കാരം ലഭിച്ചത് ഇതാ ഈ കാണുന്ന വ്യക്തിക്കാണ്, മുരളിയേട്ടനാണ്. കരിവള്ളൂർ മുരളി. നോക്കൂ, കരിവള്ളൂർ മുരളിക്കാണ് PJ ആന്റണി പുരസ്കാരം കിട്ടിയത്. കരിവള്ളൂർ മുരളി. സെറ്റാണോ? നോക്കൂ, MK അർജുനൻ മാസ്റ്റർ നമുക്കറിയാം അല്ലേ? സംഗീത മേഖലയിൽ അർജുനൻ മാസ്റ്റർ ഒരുപാട് നല്ല മനോഹരമായ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ 2024 MK അർജുനൻ പുരസ്കാരം കിട്ടിയത് ജെറി അമൽ ദേവിനാണ്. അർജുനന് ചെറി ഒരുപാട് ഇഷ്ടമാണെന്ന് ആലോചിക്കുക കേട്ടോ. അർജുനന് ചെറി ഒരുപാട് ഇഷ്ടമാണെന്ന് ആലോചിക്കുക. ഏത് അർജുനന്? അക്ബറിന്റെ ജാതകം വേദങ്ങളിലുണ്ട്. അതുപോലെ അർജുനൻ, നമ്മുടെ ഈ പറയുന്ന പുരാണങ്ങളിൽ പറയുന്ന അർജുനൻ, ആ അർജുനൻ എന്ത് ഇഷ്ടമാണെന്ന് അറിയിക്കുക? ചെറി ഇഷ്ടമാണെന്ന് അറിയിക്കുക കേട്ടോ. അർജുനന് ചെറി ഇഷ്ടമാണെന്ന് അറിയിക്കുക. ഓക്കെ, അർജുനൻ ചെറി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് നിങ്ങളുടേതായ രൂപത്തിലാക്കുക. അപ്പം MK അർജുനൻ മാസ്റ്റർ പേരുള്ള അവാർഡ് കിട്ടിയത് ജെറി അമൽ ദേവ്. PJ ആന്റണി പുരസ്കാരം ലഭിച്ചത് കരിവള്ളൂർ മുരളി. ആരാണ്? കരിവള്ളൂർ മുരളി. പൂന്താനം സ്മാരക പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. തുമ്പി പറന്ന് പൂവിന്റെ മുകളിൽ പൂന്തോട്ടത്തിലൊക്കെ ഉണ്ട്. അപ്പൊ തുമ്പി പൂന്തോട്ടം, അങ്ങനെ ചൂടെ, തുമ്പി തുള്ളും പൂന്തോട്ടം, അർജുനൻ ഇഷ്ടം ജെറിയാണ്. ചെറി നമുക്ക് ജെറിയാക്കാം. PJ ആന്റണി പ്രത്യേകിച്ച് കോഡൊന്നും പറയില്ല. കരിവള്ളൂർ മുരളി, അത് നിങ്ങൾക്ക് കോഡാക്കി വെക്കാം. അപ്പൊ ഇത്രയും പേരുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. സെറ്റാണ്. തീർന്നില്ല. നോക്കൂ, 2023 K രാഘവൻ മാസ്റ്റർ പുരസ്കാരം. MK അർജുനൻ മാസ്റ്റർ, K രാഘവൻ മാസ്റ്റർ, ഇവരുടെയൊക്കെ പഴയകാല സിനിമകളും അല്ലെ അത്തരം ഇവരുടെയൊക്കെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. അപ്പൊ നോക്കൂ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2023 K രാഘവൻ മാസ്റ്റർ പുരസ്കാരം കിട്ടിയത് PR കുമാര കേരള വർമ്മയ്ക്കാണ്. മക്കളെ, ആർക്കാണ്? ദിങ്ങേരാണ് ആ മനുഷ്യൻ. PR കുമാര കേരള വർമ്മ. നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾ എഴുതാൻ പോകുന്ന കേരളത്തിലെ അടുത്ത വർഷത്തെ 24, 25 ഏതാണെങ്കിലും നിങ്ങൾ എഴുതാൻ പോകുന്ന അടുത്ത പരീക്ഷകളിൽ ഈ ഒരു പേര് വളരെ സുപ്രധാനമായി നമ്മൾ ഓർത്തിരിക്കണം. ഉറപ്പായിട്ട് ചോദ്യം പ്രതീക്ഷിക്കാം. പേരെന്താണ്? ഐ റിപ്പീറ്റ്, PR കുമാര കേരള വർമ്മ. ഇദ്ദേഹത്തിന്റെ പുരസ്കാരമാണ്. ഇതല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇതാണ്. രാഘവൻ മാഷെ കുറിച്ച് പറയുമ്പം സംഗീതത്തെക്കുറിച്ച് പറയണം. K രാഘവൻ മാസ്റ്റർ 2023 പുരസ്കാരം കിട്ടിയത് നമ്മുടെ കുമാരനാണ്, കേരളവർമ്മ. PR കുമാര കേരളവർമ്മ. അതേ മനുഷ്യനാണ് കേരള സംസ്ഥാനത്തെ 2021 ഇത് പ്രഖ്യാപിച്ചത് 2024. ശ്രദ്ധിക്കണം കൂട്ടുകാരെ. 2024 ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചത്. അത് പക്ഷേ 2021 സ്വാതി സംഗീത പുരസ്കാരമാണ്. അപ്പൊ സംസ്ഥാന സർക്കാർ നൽകുന്ന സ്വാതി സംഗീത പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ്. സ്റ്റാർ ഇട്ട് വെക്കാം, 3 സ്റ്റാർ. ഓക്കെ, 2021 സംസ്ഥാന സർക്കാരിന്റെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് PR വർക്കൊന്നും എടുക്കാത്ത ആൾക്കാണ്. പക്ഷെ PR എന്ന പേരുണ്ട്. കുമാരനാണ്, കേരള വർമ്മയാണ്. PR കുമാര കേരള വർമ്മ.
ഇദ്ദേഹത്തിന് കഴിഞ്ഞ വർഷത്തെ കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചു. ഓക്കെ, കിട്ടി. ഓർമ്മ ഉണ്ടാവുമല്ലോ, ഓർമ്മ ഉണ്ടാവും. MK അർജുന പുരസ്കാരം അമൽ ദേവിനാണ്, ജെറി അമൽ ദേവ്. PJ ആന്റണി പുരസ്കാരം കരിവള്ളൂർ മുരളിക്കാണ്. അതുപോലെ ഇതും കൂടി നോട്ട് ചെയ്ത് നോക്കുക. ഇതാ ഞാൻ പറഞ്ഞ പോയിന്റ് 2024 പ്രഖ്യാപിച്ചു. ആദ്യമായിട്ട് കേരളത്തിലെ ഈ ഒരു പുരസ്കാരം സ്വാതി സംഗീത പുരസ്കാരം നൽകി തുടങ്ങിയത് 1997 വർഷം നോട്ട് ചെയ്ത് വെക്കണം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. നിങ്ങൾ എഴുതാൻ പോകുന്ന നല്ല നിലവാരമുള്ള പരീക്ഷയാണ്, ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുക. കേരളത്തിനകത്ത് സ്വാതി സംഗീത പുരസ്കാരം നൽകി തുടങ്ങിയത് 1997. ആദ്യമായി ലഭിച്ചത് ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ. ആദ്യമായി ലഭിച്ചത് ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യറിനാണ്. ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം എഴുതുക, നവി മുംബൈയിലാണ്. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈയിലാണ്. നവി മുംബൈയിലാണ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പേര് ഈ പറയുന്ന PR കുമാര കേരളവർമ്മയാണ്. കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരവും അതുപോലെ 2021 സ്വാതി സംഗീത പുരസ്കാരവും ലഭിച്ചത് PR കുമാര കേരളവർമ്മയ്ക്കാണെങ്കിൽ ആദ്യമായിട്ട് സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യറിനാണ്. അതുപോലെ ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രമാണ്. ഇപ്പോൾ ബഹിരാകാശത്തേക്ക് പോകണമെങ്കിൽ ഇനി സ്വകാര്യമായിട്ട് പരിശീലനം കൊടുക്കുന്നുണ്ട്. അത് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കിടക്കുകയാണ്. ദിതാണ്. എന്താണത്? അതിൻ്റെ പേരാണ് ഗഗൻയാൻ. അല്ലേ? വരാൻ പോകുന്ന PSC പരീക്ഷകളിൽ നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക്, ഒരു പോയിന്റ് എല്ലാവരും മനസ്സിൽ കയറ്റിയത് ഗഗൻയാനാണ്. ഒരു സംശയം വേണ്ട, 100% ഞാൻ ഗ്യാരണ്ടി. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇസ്രോ അഥവാ ISROയുടെ പ്രഥമ ദൗത്യമായ ഗഗൻയാൻ, ആ ഗഗൻയാൻ പദ്ധതിയുടെ മിഷൻ ഡയറക്ടർ ആയിരുന്ന വ്യക്തിയാണ് VR ലളിതാംബിക. മറന്നു പോവുമോ? VR ലളിതാംബിക. പ്രൊജക്ട് ഡയറക്ടർമാരും മിഷൻ ഡയറക്ടർമാരും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോയത്. ഓക്കെ, നോക്കൂ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആദിത്യ L1 അല്ലേ, സൗരദൗത്യം. നിഖർ ഷാജി എന്ന് പറയുന്ന വ്യക്തി നമുക്ക് ഓർമ്മയുണ്ടാവും അല്ലേ. ആദിത്യ L1മായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചില്ലേ? അഭിമാനം വാനോളം എന്നൊരു പിക്ചറൊക്കെ ഉൾപ്പെടുത്തി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു നിഖർ ഷാജിയെ കുറിച്ച്. അത് ആദിത്യ ഇന്ത്യയുടെ സൂര്യ പര്യവേഷണ ദൗത്യമാണെങ്കിൽ ഇത് നോക്കൂ, ഇന്ത്യ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് വിടാൻ പോവുകയാണ്. ഇന്ത്യ സ്വന്തമായിട്ട് ബഹിരാകാശത്ത്. നമ്മുടെ രാകേഷ് ശർമ്മ ഉൾപ്പെടെ നമ്മൾ പഠിച്ചില്ലേ 1984 അല്ലേ ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് പോയത് ആരാണ്? രാകേഷ് ശർമ്മയൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പം നമ്മുടേതായ രൂപത്തിൽ നമ്മളിതാ ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായിട്ടും ആളുകളെ ബഹിരാകാശത്ത് എത്തിക്കാൻ പോകുന്ന ഒരു ഫസ്റ്റ് ദൗത്യമാണ് ഗഗൻയാൻ. അപ്പം അത്തരത്തിലുള്ള ബഹിരാകാശത്തേക്ക് ഇന്ത്യ പൂർണ്ണമായി എത്തിക്കുന്ന ആ ഒരു പ്രഥമ ദൗത്യത്തിൻ്റെ പ്രൊജക്ട് അല്ലെങ്കിൽ മിഷൻ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാഡം ആരാണത്? VR ലളിതാംബിക. അവിടെയാണ് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മുടെ 4 ചുണക്കുട്ടികൾ. ഓക്കെ, ഉറപ്പായിട്ടും ഇനി വരുന്ന PSC പരീക്ഷകളിൽ ഇടം നേടാൻ പോകുന്ന ഒരു ചോദ്യവും പേരുകളുമാണ് ഈ കാണുന്നത്. നോക്കൂ നിങ്ങൾ, ഗഗൻയാൻ ദൗത്യത്തിലെ ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരാണ് അല്ലെങ്കിൽ അംഗങ്ങൾ. അതിനകത്ത് ഗ്രൂപ്പ് ക്യാപ്റ്റനായ മലയാളിയുടെ പേര് ചോദിച്ചാൽ എടുത്തു പറയണം നിങ്ങൾ ഉത്തരം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പ്രശാന്ത് നായർ ബാലകൃഷ്ണൻ. അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? പുള്ളിക്കാരൻ കല്യാണം കഴിച്ച ആളെ പേര് വെച്ച് നിങ്ങളിപ്പോൾ മനസ്സിൽ വരും അല്ലേ? അതൊക്കെ നമുക്കറിയാം. പക്ഷെ പേരൊക്കെ പരിശോധിച്ച് ചിലപ്പോൾ തെറ്റിപ്പോവും. കാരണം നമ്മുടെ സിനിമ നടി ലെനയില്ലേ, ലെനയുടെ ഹസ്ബൻഡാണ് കേട്ടത്, പിന്നീടാണ് ആളുകൾ അറിഞ്ഞത്. അപ്പം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസ് ഒക്കെ വെക്കുമെങ്കിലും ഒരു വർഷം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് പരീക്ഷ ചോദിക്കും നമ്മൾ മറന്നു പോകും അല്ലേ? അപ്പം നോക്കൂ, നമ്മുടെ ഈ സുന്ദരൻ്റെ പേരെന്താണ്? പ്രശാന്ത് അല്ലേ? പ്രശാന്ത് വളരെ ശാന്തനായ വ്യക്തിയാണ്. പ്രശാന്ത് ബാലകൃഷ്ണൻ അല്ലേ? പ്രശാന്ത് നായർ ബാലകൃഷ്ണൻ, പാലക്കാട്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അല്ലെങ്കിൽ ജില്ല ചിലപ്പോൾ ചോദിക്കും. നെന്മാറ പാലക്കാട് കേട്ടോ, നെന്മാറ പാലക്കാട്. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ടത്. അദ്ദേഹം ഏത് ജില്ലക്കാരാണെന്ന് ചോദിച്ചാൽ നമുക്ക് അയ്യോ ഇതൊക്കെ പഠിച്ചിരുന്നല്ലോ എൻ്റെ അപ്പ എന്നോട് മറന്നുപോയല്ലോ എന്ന് ചിന്തിക്കേണ്ട. പ്രശാന്ത് നായർ ബാലകൃഷ്ണൻ ഏത് ജില്ലക്കാരാണ്? പാലക്കാട് നെന്മാറ സ്വദേശിയാണ്. ഇദ്ദേഹമാണ് നമ്മുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ മലയാളി. ഇനി അജിത്ത് കൃഷ്ണൻ ഉണ്ട്. അജിത്ത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ തന്നെയാണ്. അജിത്ത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. അങ്കദ് പ്രതാപ്. എന്താണ്? അങ്കദ് പ്രതാപ്. അപ്പോ കൃഷ്ണനുണ്ട്, അങ്കദ് ഉണ്ട്, അതുപോലെ തന്നെ പ്രശാന്ത് ഉണ്ട്. ഓക്കെ, അങ്കദ്, കൃഷ്ണൻ, പ്രശാന്ത് 3 പഠിച്ചു വെക്കണം. അപ്പൊ പ്രശാന്ത്, കൃഷ്ണൻ, അങ്കദ്. ഓക്കെ, നോക്കൂ,
അടുത്ത് ശുഭാൻഷു ശുക്ലയാണ്. എന്താണ്? ശുഭാൻഷു ശുക്ല, വിംഗ് കമാൻഡർ. വിംഗ് കമാൻഡർ ആരെന്ന് ചോദിച്ചാൽ ശുഭാൻഷു ശുക്ലയാണ് വിംഗ് കമാൻഡർ. അപ്പൊ 4 അംഗ ടീമിനകത്ത് വിംഗ് കമാൻഡർ ആരാണ്? ശുഭാൻഷു ശുക്ല. പഠിച്ചു വെക്കുക. അജിത് കൃഷ്ണനും അങ്കത്ത് പ്രതാപും പ്രശാന്ത് നായരും മറന്നു പോകണ്ട. പ്രശാന്ത്, അജിത്ത്, അങ്കത്ത്. ഇത് ഞാൻ കോഡ് പറയാത്തത് ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് താറാക്കി ബൈഹാർട്ട് ചെയ്യണം. വേറെ ഒരു രക്ഷയില്ല, പഠിച്ചേ പറ്റൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ പ്രശാന്ത് നായർ മറന്നു പോകണ്ട. അതുപോലെ തന്നെ അങ്കത്ത് പ്രതാപ് മറന്നു പോകണ്ട. അജിത്ത് കൃഷ്ണൻ മറന്നു പോകണ്ട. അല്ലേ? ബഹിരാകാശത്തേക്ക് പോകുന്ന പൈലറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സിനിമ നടൻ അജിത്ത് ഉണ്ട്, തല. അല്ലേ? സിനിമ നടൻ അജിത്ത്, തമിഴ്നാട്ടിലെ നടൻ അജിത്ത്, അദ്ദേഹം ഒരു പൈലറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒന്ന് അജിത്ത് ഉണ്ട്, ഒന്ന് പ്രശാന്ത് ഉണ്ട്, പിന്നെ ഒന്ന് എന്താ പറയുന്നത്, അങ്കത്ത് പ്രതാപ് ഉണ്ട്. അല്ലേ? അപ്പോൾ പ്രശാന്തം, വളരെ ശാന്തമായ അല്ലെങ്കിൽ വളരെ പ്രശാന്തിയുള്ള, പ്രതാപമുള്ള അജിത്ത് പൈലറ്റ് എന്ന് ആലോചിച്ചാൽ മതി. ബഹിരാകാശത്ത് ഇപ്പോൾ റെഡിയാണ്. വളരെ പ്രതാപമുള്ള, വളരെ പ്രശാന്തമായ സ്വഭാവമുള്ള അജിത്ത് അദ്ദേഹം ബഹിരാകാശത്ത് പോകുന്നു. അങ്ങനെ എന്തായാലും ഇല്ലേ? കൃഷ്ണൻ. അപ്പോൾ പ്രതാപ്, പ്രശാന്ത്, കൃഷ്ണൻ, അങ്ങനെ കിട്ടണം. പ്രതാപ്, പ്രശാന്ത്, കൃഷ്ണൻ. എന്തായാലും പഠിച്ചോളുക, അത് സെറ്റായിക്കോളുക. ശുഭാൻഷു ശുക്ലയും പഠിച്ചോളുക. അദ്ദേഹം വിംഗ് കമാൻഡറാണ്. സെറ്റാണോ? ഇനി വിശദമായിട്ട് നമ്മൾ നോക്കുകയാണ് യന്ത്രവനിത, അതായത് വ്യോമമിത്ര. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യക്കാരെ ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പം നമ്മൾ ബഹിരാകാശത്തേക്ക് പോകാനുള്ള ഗഗൻയാൻ എന്ന് പറയുന്ന ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് യന്ത്രവനിതയായ വ്യോമമിത്രയെ ബഹിരാകാശത്ത് എത്തിക്കുന്നുണ്ട്. അപ്പോൾ യന്ത്രവനിതയായ വ്യോമമിത്രയെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ദൗത്യമാണ് ആദ്യം നടക്കുക. അപ്പോൾ 2021 ജൂലൈയിൽ പരീക്ഷിച്ച ഗഗൻയാൻ ദൗത്യത്തിൻ്റെ വിക്ഷേപണ വാഹനത്തിൻ്റെ പേര് അല്ലെങ്കിൽ വിക്ഷേപണ വാഹനമാണ് GSLV Mk3. അപ്പോൾ 2021 ജൂലൈയിൽ പരീക്ഷിച്ച ഗഗൻയാൻ ദൗത്യത്തിൻ്റെ വിക്ഷേപണ വാഹനം GSLV Mk3. അതിൻ്റെ ദ്രവ എഞ്ചിനാണ് ഈ കാണുന്നത്. അതിൻ്റെ പേര് പഠിച്ചു വെക്കണം, വികാസ്. അപ്പം നമ്മുടെ ഗഗൻയാനുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചില പേരുകൾ. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ പറയുന്ന ഇസ്രോയുടെ പദ്ധതികളും അതിൻ്റെ എഞ്ചിനും അത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ശ്രദ്ധിക്കുക മക്കളെ, ആദ്യം തന്നെ വ്യോമമിത്ര എന്ന പേരാലോചിക്കുക. നമ്മൾ ആദ്യം തന്നെ ഒരു റോബോട്ടിനെ അയക്കും, അതിൻ്റെ പേര് വ്യോമമിത്ര എന്നാണ്. ഓക്കെ. 2021 ജൂലൈയിൽ പരീക്ഷ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ വിക്ഷേപണ വാഹനമായ GSLV Mk3യുടെ ദ്രവ എഞ്ചിൻ്റെ പേരാണ് വികാസ്. ഓക്കെ. പ്രധാനമന്ത്രി ഗഗൻയാൻ പദ്ധതി പ്രഖ്യാപിച്ചെന്ന് ചോദിക്കും. ഇതൊരു വലിയൊരു ബൃഹത്തായ ഒരു പദ്ധതിയാണ്. ഒരു ദിവസം കൊണ്ട് പ്രഖ്യാപിച്ച് പിറ്റേത്തെ വർഷം പോകാൻ പറ്റില്ലല്ലോ. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പ്, പ്രയത്നം, പ്രവർത്തനങ്ങളൊക്കെ വേണം. അപ്പോൾ പ്രധാനമന്ത്രി ഗഗൻയാൻ പദ്ധതി പ്രഖ്യാപിച്ചത് 2018 വർഷം ഏതാണ്? 2018. 2024 എത്തി നിൽക്കുമ്പോൾ 6 വർഷം കൊണ്ട് ജസ്റ്റ് അതിൽ പോകുന്ന ആളുകളെ മാത്രമേ ഔട്ടാക്കിയിട്ടുള്ളൂ. അല്ലേ? ഈ കഴിഞ്ഞ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2024 LDC എക്സാം എഴുതാൻ പോകുക അല്ലെങ്കിൽ LGS എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. 2024 തുടക്കത്തിൽ 2024 ഫെബ്രുവരി മാസം 27-ാം തീയതി, ഫെബ്രുവരി 27-ാം തീയതി ഗഗൻയാൻ പദ്ധതിയിലെ യാത്രികരുടെ വിവരങ്ങൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ആരൊക്കെയാണ് 4 പേരുകൾ? ആരൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒന്ന് മനസ്സിലേക്ക് ആലോചിച്ച് നോക്കി. ഒന്ന് നമ്മുടെ മലയാളി പ്രശാന്ത്, മറന്നുപോകില്ല, പ്രശാന്തമായിട്ട്. അല്ലേ? പിന്നെന്താ പറഞ്ഞത്? കൃഷ്ണൻ ഉണ്ട് അവിടെ. അപ്പോൾ കൃഷ്ണൻ വരുന്നുണ്ട്. അപ്പോൾ അജിത്ത് കൃഷ്ണൻ അവിടെ കിട്ടും. അപ്പം പ്രശാന്ത് നായർ, അജിത്ത് കൃഷ്ണൻ. പിന്നെ നമ്മൾ പറഞ്ഞത് മറന്നുപോയോ? പ്രശാന്തമായ സ്വഭാവം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പ്രതാപം. അപ്പം അവിടെ പ്രതാപ് വരുന്നുണ്ട്. അല്ലേ? പ്രതാപ് വരുന്നുണ്ട്. എന്താ പ്രതാപ്? പ്രതാപ്, അങ്കത്ത് പ്രതാപ്. അപ്പം പ്രതാപൻ, കൃഷ്ണൻ, പ്രശാന്തി, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കിട്ടും. നോക്കുക, അവിടെയാണ് ശുക്ലയും കൂടി വരുന്നത്. അല്ലേ? ശുഭാൻഷു ശുക്ല. നമുക്ക് കിട്ടും, പരീക്ഷ തീർച്ചയായും കിട്ടും. അപ്പോൾ ഇവിടെ ഈ 4 പേരുകൾ, വിവരങ്ങൾ, ഗഗൻയാൻ പദ്ധതിയിലെ യാത്രികരുടെ വിവരങ്ങൾ പുറത്തുവിട്ടത് നരേന്ദ്രമോദിജി ഫെബ്രുവരി മാസം 27-ാം തീയതി 2024. ഓക്കെ, സെറ്റ്. എന്നാൽ ഈ പ്രോജക്റ്റ് പ്രഖ്യാപിച്ചത് 2018 ഓഗസ്റ്റ് 15, അല്ലേ? ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിലാണ്. സെറ്റാണ്. ഇതിൻ്റെ ദൗത്യ സംഘത്തിലെ ഈ പറയുന്ന വാഹനത്തിലെ ദ്രവ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വികാസ് ആണെന്ന് പഠിച്ചു വെക്കുക. സെറ്റാണ്. ഇനി നമുക്ക് ഗഗൻയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെ ആഴത്തിൽ എന്തെല്ലാം ചോദിക്കും, അതെന്തൊക്കെ പഠിച്ചു വെക്കണം നോക്കാം. ഗഗൻയാൻ പദ്ധതിയിൽ യാത്രികർ കഴിയേണ്ട ഭാഗം ദീ കാണുന്ന ഈ ഒരു ഭാഗം. ഇതാണ് ദീ കാണുന്ന ഈ ഒരു ഭാഗം. അത് നമ്മൾ CM എന്ന് വിളിക്കും. ഇത് മുഖ്യമന്ത്രി അല്ല, അല്ലേ?
ക്രൂ മൊഡ്യൂളാണ് ഇവർ താമസിക്കേണ്ട ആ ഒരു ഭാഗം ക്രൂ മൊഡ്യൂൾ അഥവാ CM. പഠിച്ചു വെക്കണം, എല്ലാം പഠിച്ചു വെക്കണം. അതൊരു പ്രത്യേകമായിട്ടുള്ള താപപ്രതിരോധ കവചമാണല്ലോ, ഒരു ചട്ടക്കൂടാണ്. കാരണം ബഹിരാകാശത്തേക്ക് പോവുക അല്ലെങ്കിൽ ഈ പറയുന്ന ഭൂമിയുടെ അന്തരീക്ഷം വിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ ടാസ്ക് ഒന്നുമല്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ CM-ലാണ് ഇവർ പോവുക അല്ലേ, മുഖ്യമന്ത്രി എന്നൊക്കെ ആലോചിക്കുക. CM അഥവാ ക്രൂ മൊഡ്യൂള്, അതാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു താപപ്രതിരോധ കവചമാണ്. അതിൻ്റെ നീളവും അതിൻ്റെ വീതിയും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇവർ ഇതിനകത്ത് ഈ പറയുന്ന ആളുകൾ കുത്തിരിക്കണമല്ലോ. അപ്പോൾ എത്രയാണ് അതിൻ്റെ നീളം വരിക? വെറും 3.1 മീറ്ററാണ്. എത്രയാണ് മക്കളെ? 3.1 മീറ്ററാണ് നീളം. ശ്രദ്ധിച്ചു വെക്കണേ, നീളം. വീതി അതുപോലെ തന്നെ ഏകദേശം 3 മീറ്റർ തന്നെ. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് കുറയ്ക്കാം, 2.97. അപ്പം 3.1 അല്ലേ, അവിടെ ആ 1 ഇങ്ങോട്ട് എടുത്താൽ മതി. കാരണം അവിടെ അതാ കുറച്ച് കുറവ്, 2.97 വീതി ആയതുകൊണ്ട് ഒരു ഇച്ചിരി കുറവെന്ന് ആലോചിക്കാം. ഭാരം നോക്കൂ, 4520 കിലോഗ്രാമാണ്. എത്രയാണ്? 4500 അല്ലേ, ഒരു 20 കൂട്ടുക, 4500 കിലോഗ്രാം ഉണ്ട്. ഇത്ര കിലോഗ്രാം ഉള്ളത് നമ്മുടെ ഗഗൻയാൻ എന്ന് പറയുന്ന ആ ദൗത്യത്തിലെ CM അഥവാ ക്രൂ മൊഡ്യൂളിലെ വെയിറ്റ് 4520 കിലോഗ്രാം. ഇതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന ഭാഗമാണ് CES. മറ്റേത് CM ആണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ CES. അതിൻ്റെ പേര് നോക്കൂ, ക്രൂ എസ്കേപ്പ് സിസ്റ്റം ആണ് അല്ലേ. അവരെ രക്ഷപ്പെടാനല്ല, അവരെ സഹായിക്കുന്ന കേട്ടോ, ക്രൂ എസ്കേപ്പ് സിസ്റ്റം. ഇതിലെ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. ഈ പറയുന്ന ഗഗൻയാൻ ഇതിനകത്തുണ്ടാവും. 5ഓളം മോട്ടോറുകൾ ഇതിനകത്തുണ്ട്. CM-ന്റെ സുരക്ഷ ഉറപ്പാക്കലാണ് ഈ CES-ന്റെ ദൗത്യം. അപ്പോൾ CM-ന്റെ സുരക്ഷ ആരാണ് ഉറപ്പുവരുത്തുക? CES. മറന്നു പോകണ്ട. ക്രൂ എസ്കേപ്പ് സിസ്റ്റം അഥവാ സഹായിക്കുന്ന ഭാഗമാണ് CES. സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടാവും, 5 മോട്ടോറുകൾ ഉണ്ടാവും, CM-ന്റെ സുരക്ഷ ഉറപ്പാക്കുന്നു. സെറ്റാണ്. ആരാണ്? ബോഡി ഗാർഡ്. CM-ന്റെ സുരക്ഷ ഉറപ്പാക്കുന്നത് CES ആട്ടോ, നമ്മളെ കമാൻഡോകളല്ല. ഓക്കെ. ഗഗൻയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാരംഭ സമയത്ത് അതിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ നമ്മൾ VR ലളിതാംബിക പറഞ്ഞല്ലോ, മക്കളെ മറക്കണ്ട. ഈ പറയുന്ന ഗഗൻയാൻ തുടങ്ങിയ സമയത്തിൻ്റെ പ്രാരംഭ സമയത്തിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നത് R. ഹട്ടൺ ആണ്. എന്താണ്? ഇതൊരു ഹട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചതെന്ന് ആലോചിക്കുക. പ്രൊജക്ട് ഡയറക്ടർ R. ഹട്ടൺ തുടക്ക സമയത്ത് കേട്ടോ, ശ്രദ്ധിച്ചു വെക്കുക. ഇവിടെ പദ്ധതി പ്രത്യേകമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇസ്രോ എന്ത് ചെയ്യാണ്? ഇസ്രോ പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഇവിടെ ഒരുപാട് പരിപാടി വരുന്നുണ്ട്, ഞങ്ങളിപ്പോൾ പല ദൗത്യങ്ങളിലെ നമ്മൾ നേരത്തെ പഠിച്ച പല ദൗത്യങ്ങളില്ലേ, അതൊക്കെ ഞങ്ങൾക്ക് അയക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതിനിടയിൽ കൂടി ഇതുകൂടി നടക്കൂല. ആദിത്യണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് നാവിക്ക് അയക്കാനുണ്ട്, ഒരുപാട് ദൗത്യങ്ങൾ ഞങ്ങളിപ്പം അയച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്പോസ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ഇതിന് വേറൊരു ടീം ഉണ്ടാക്കി തരാം, വേറൊരു സ്ഥാപനം പോലെ നിങ്ങൾ വർക്ക് ചെയ്യണമെന്ന് പറയുകയാണ്. അങ്ങനെ ഈ പദ്ധതി പ്രത്യേകമായി നടപ്പിലാക്കാൻ ചുമതലയുള്ള ഒരു സ്ഥാപനം ISRO എന്താ പറയുക അവരെ ഏൽപ്പിക്കുകയാണ്. അതാണ് ഈ കാണുന്ന HSFC. പഠിച്ചു വെക്കണേ. HSBCയോ HCFC ഒന്നും അല്ല. അപ്പം പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറരുത്. ആ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കണം. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ഇസ്രോയുടെ കീഴിൽ വരുന്ന ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ആ പേര് തന്നെ ഉണ്ട്, മനുഷ്യനെ അങ്ങോട്ട് അയക്കാൻ പോവാ. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ, HSFC. നമ്മൾ ചില ടേമുകൾ പഠിക്കുന്നത് മാറിപ്പോകണ്ട കേട്ടോ. അപ്പം നേരത്തെ CM പറഞ്ഞില്ലേ, അപ്പോൾ ഇതിലെ പേരുകളൊന്നും മറന്നു പോകണ്ട. അപ്പോൾ ഈ പറയുന്ന ഈ HSFC-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ ചോദിച്ചാൽ അത് ബാംഗ്ലൂരാണ്. അപ്പോൾ ഇസ്രോയുടെ കീഴിലായതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ, സ്വാഭാവികം ബാംഗ്ലൂരാണ്. ഇത് രൂപീകരിച്ചത് ഇസ്രോ പദ്ധതി പ്രഖ്യാപിച്ചത് 2018 ഓഗസ്റ്റ് 15 ഈ പറയുന്ന HSFC രൂപീകരിച്ച 2019 ജനുവരി 30 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ്, ഒന്ന് ശ്രദ്ധിച്ചു വെക്കണേ. HSFC രൂപീകരിച്ച ഡേറ്റ് 2019 ജനുവരി മാസം 30 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യം പ്രതീക്ഷിക്കാൻ മക്കളെ, പഠിച്ചോളാം. ഓക്കെ. നിലവിൽ ഇതിന്റെ ഡയറക്ടർ M. മോഹനനാണ്. ആരാണ്? നിലവിൽ HSFC-യുടെ ഡയറക്ടർ M. മോഹനനാണ്. ഇസ്രോയുടെ ചെയർമാൻ S. സോമനാഥ് ആണ്. മാറിപ്പോവരുത്, HSFC-ക്ക് അതിൻ്റെതായ ഒരു ഡയറക്ടർ ഉണ്ട്, മൂപ്പരാണ് M. മോഹനൻ. ഇതിന്റെ ആദ്യത്തെ ഡയറക്ടർ, ഇത് രൂപീകരണ സമയത്ത് 2019 ഉണ്ടായിരുന്ന ഡയറക്ടർ ഉമാ മഹേശ്വരനാണ്. അപ്പോൾ ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. HSFC എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ഗഗൻയാൻ എന്ന് പറയുന്ന പദ്ധതിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയതാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ആണ് HSFC. അത് തുടങ്ങിയത് 2019 ജനുവരി 30 ആ സമയത്ത് ഉണ്ടായിരുന്ന
അതിൻ്റെ ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്? ഉമാ മഹേശ്വരനാണ്. ഇപ്പൊ എം മോഹനാണ്. ബാംഗ്ലൂരാണ് ആസ്ഥാനം, മറന്നു പോകണ്ട. ഓക്കെ, അടുത്തൊരു പോയിന്റിലേക്ക് പോവാണ്. ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന വന്ധ്യതാ നിവാരണ പദ്ധതിയാണ് ജനനി. ഏതാ മക്കളെ? ജനനി. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ജനനം, ആ പേരൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം. ഹോമിയോ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ജനനി, എന്താണ് ആ പേര്? ജനനി, അല്ലേ? ജനിക്കുക. ഇപ്പൊ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക, വന്ധ്യത, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അത്തരത്തിൽ ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന വന്ധ്യതാ നിവാരണ പദ്ധതിയാണ് എന്ത്? ജനനി. മറന്നു പോകരുത്. പ്രധാനപ്പെട്ട ചില പോയിന്റുകളിലേക്ക് വരാം. ഈ അടുത്ത കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട തമിഴ് നടൻ വിജയ്, എല്ലാവർക്കും ഇഷ്ടമുള്ള നടനാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക് വിജയ്. ഇപ്പൊ വിജയ് എന്ത് ചെയ്യണം? അദ്ദേഹം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ഈ ഒരു ചെറുപ്പകാലം എന്ന് വേണമെങ്കിൽ പറയാം, താരതമ്യേന ചെറുപ്പമാണ്, ഓക്കെ, പ്രായമായില്ല എന്നല്ല. അദ്ദേഹം തൻ്റെ സിനിമ ജീവിതമൊക്കെ ഒരു ഇടവേള കൊടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. അപ്പോൾ തമിഴ്നാട്ടുകാരോട് വല്ലാത്തൊരു സ്നേഹമാണ് വിജയ്ക്ക്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് നിങ്ങൾ ശ്രദ്ധിക്കണം. തമിഴ് എന്നുള്ള പേരുണ്ട്, തമിഴക വെട്രിക്കഴകം. എന്താണ്? തമിഴക വെട്രിക്കഴകം. അദ്ദേഹത്തിന്റെ പേരും ചില സിനിമകളിലെ പാട്ടൊക്കെ ചെയ്യും. തമിഴക വെട്രിക്കഴകം. ആരാണ്? വിജയ്. ടി വിയിൽ നമ്മൾ എപ്പോഴും കാണുന്ന അല്ലേ ഒരു വ്യക്തിയാണ് വിജയ്. അപ്പൊ ടി വി കാണും, ടി വി കാണും. തമിഴക വെട്രിക്കഴകം, ടി വി കാണും. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഞാനിതിങ്ങനെ പറയാൻ കാരണം നിങ്ങളെ മനസ്സിലേക്ക് കയറണം. TVK അല്ലേ? അതുപോലെ DMDK, നമുക്കറിയാം DMK എന്ന് പറയുന്ന പാർട്ടി, ദ്രാവിഡ മുന്നേറ്റ കഴകം. AIDMK എന്ന് പറയുന്നത് അല്ലേ, അണ്ണാ ദ്രാവിഡ. അതൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം ഒക്കെ PSC പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ജയലളിതയുടെ പാർട്ടിയാണ് അണ്ണാ DMK എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കരുണാനിധിയുടെ മകൻ, അല്ലെങ്കിൽ കരുണാനിധി ആരംഭിച്ച പാർട്ടി. ഇപ്പം MK സ്റ്റാലിൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി അല്ലേ. അപ്പോൾ അത്തരത്തിൽ അവിടുത്തെ പാർട്ടിയുടെ പേരൊക്കെ ശ്രദ്ധിക്കണം. അത് TVK. അപ്പോൾ TV കാണും വിജയിനെ. ഇത് നമ്മൾ TV മുമ്പ് കണ്ടിരുന്ന വിജയനെ പോലെ തന്നെയുള്ള തമിഴ്നാട്ടിലെ ഒരു കാലത്തെ തമിഴ്നാടിനെ ആളുകളെ അല്ലേ ഇളക്കി മറിച്ചിരുന്ന, തമിഴ്നാട്ടുകാരുടെ സ്വന്തം ക്യാപ്റ്റൻ എന്നൊക്കെ വിളിച്ചിരുന്ന വിജയകാന്താണ്. എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം? ഇദ്ദേഹം ഈ അടുത്ത് മരണപ്പെട്ടു. വിജയകാന്ത് മരണപ്പെട്ടത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പത്മ പുരസ്കാരങ്ങൾ പഠിക്കാനുണ്ട്, ആ സമയത്ത് നിങ്ങൾ അതിൽ പഠിച്ചിട്ടുണ്ടാകും വിജയകാന്തിനെ കുറിച്ച്. അപ്പോൾ ഇവിടെ നോക്കൂ, തമിഴ് നടൻ വിജയകാന്തിൻ്റെ പാർട്ടിയാണ് DMDK. അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി അതിൻ്റെ ഒരു ശക്തിയൊക്കെ ക്ഷയിച്ചു പോയി, എന്നാലും പഠിച്ചു വെക്കുക. ഈ കുറച്ച് ഒരു 10 കൊല്ലം മുമ്പ് വരെ തമിഴ്നാട്ടിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു DMDK. അതിൻ്റെ പേര് ദേശീയ, നോക്കണേ, ദ്രാവിഡ മുന്നേറ്റ കഴകമാണ് DMK. അത് ദ്രാവിഡ കക്ഷികളുമായി ബന്ധപ്പെട്ട് ദ്രാവിഡ മുന്നേറ്റ കഴകം. എന്നാൽ DMDKയുടെ ഫുൾ ഫോം അല്ലെങ്കിൽ മുഴുവൻ പേര് ദേശീയ മൂർപോക്ക് ദ്രാവിഡ കഴകം. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നല്ല റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട് ചിലപ്പോൾ ചോദിച്ചാൽ നമുക്ക് മാത്രം മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. അപ്പോൾ പിള്ളേരെ, മക്കളെ പഠിക്കുക. ദ്രാവിഡ മുന്നേറ്റ കഴകം DMK ആണെങ്കിൽ ദേശീയ മൂർപോക്ക് ദ്രാവിഡ കഴകമാണ് DMDK. അങ്ങനെയാണെങ്കിൽ നോക്കൂ, വിജയകാന്ത് മരണപ്പെട്ട ഡേറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു അത്രയേറെ തവണ ഞാൻ പിള്ളേരെ പഠിപ്പിച്ചു, അത് ചോദിച്ചു PSCക്ക് എന്ന് പറഞ്ഞു. ആര് മരിച്ചതായിരുന്നു അല്ലേ? വിശ്വനാഥ്, നമ്മുടെ MS സ്വാമിനാഥൻ മരണപ്പെട്ടത് നമ്മൾ പഠിച്ചു. 2023 സെപ്റ്റംബർ 28 പറഞ്ഞു. ഹരിത വിപ്ലവത്തിന് പിതാവ് MS സ്വാമിനാഥൻ. അതുപോലെ 2023 ഡിസംബർ 28, സെപ്റ്റംബർ 28 MS സ്വാമിനാഥൻ മരണപ്പെട്ടെങ്കിൽ ഒക്ടോബർ, നവംബർ ശേഷം ഡിസംബർ 28 2023 ഡിസംബർ 28 വിജയകാന്ത് മരണപ്പെട്ടു. വിജയകാന്ത് മരണപ്പെട്ട ഡേറ്റ് എന്നാണ് 2023 ഡിസംബർ 28. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി പഠിച്ചു, അദ്ദേഹം പഠിച്ചു. അദ്ദേഹത്തിന് 2024 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു. ഞാൻ പറഞ്ഞില്ല പത്മഭൂഷൺ പഠിക്കാനുണ്ട്. പത്മഭൂഷൺ ലഭിച്ചത് 2024 വിജയകാന്തിന്. അത് പക്കെ പറയുന്ന കൂട്ടത്തിൽ നോക്കൂ, നമ്മൾ വിജയകാന്തിനെയും പറഞ്ഞു. ഇനി തമിഴ്നാട്ടിൽ നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹീറോ ആണ് നമ്മുടെ സ്വന്തം കമലഹാസൻ അല്ലേ, ഉലക നായകൻ കമലഹാസൻ. ഇപ്പോൾ വിക്രം സിനിമയൊക്കെ ഇറങ്ങി വലിയൊരു രൂപത്തിൽ ഇങ്ങനെ കമലഹാസൻ നിൽക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് അത്രയും കൂടി ശോഭിക്കാൻ പറ്റിയില്ല. എന്നാലും ചോദിച്ചു PSC, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി, അതിൻ്റെ ചിഹ്നം കാണാം നിങ്ങൾ, അതാണ് മക്കൾ നീതിമയ്യം. എന്താണ്? മക്കൾ നീതിമയ്യം എന്ന് പറയുന്ന പാർട്ടി. ഇപ്പോൾ TV കാണാറുണ്ട്, TVK
എന്താണ് സാധനം? തമിഴക വെട്രിക്കഴകം ഈ പറയുന്ന വിജയുടെ പാർട്ടി, ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം വിജയകാന്തിന്റെ പാർട്ടി, മക്കൾ നീതിമയ്യം കമൽഹാസന്റെ പാർട്ടി. മറന്നു പോകണ്ട. 2024 ഫെബ്രുവരിയിൽ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പുരസ്കാരമായ ഷെവലിയാർ ബഹുമതി നേടിയത് ആരെന്ന് ചോദിച്ചാൽ മക്കളെ നിങ്ങൾ എഴുതണം, നിങ്ങൾ പഠിക്കണം. 2024 ഫെബ്രുവരിയിൽ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷെവലിയാർ ബഹുമതി കിട്ടിയത് ഗൗരി പാർവതിബായി എന്ന് മാത്രം പഠിച്ചാൽ പോരാ, പൂയം തിരുനാൾ ഗൗരി പാർവതിബായി. നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാർ പഠിക്കുമ്പം അവരുടെ നാള് അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ഉത്രം തിരുനാൾ അല്ലേ, അതുപോലെ വിശാഖം തിരുനാൾ, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാറ്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. പൂയം തിരുനാൾ ഗൗരി പാർവതിബായി ഏതാണ്? പൂയം തിരുനാൾ. ഇതാണ് മേഡം. അപ്പൊ 2024 ഇവർക്ക് എന്ത് കിട്ടുന്നു? ഇവരൊരു ഫ്രഞ്ച് അധ്യാപികയാണെന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഇന്ത്യ ഫ്രഞ്ച് ബന്ധത്തിന് അല്ലെങ്കിൽ അതിനൊരു ചരിത്രം തന്നെയുണ്ട് അല്ലേ. ടിപ്പു സുൽത്താന്റെ കാലഘട്ടവും അല്ലാതെയൊക്കെ നമ്മൾ പലപ്പോഴും ഫ്രാൻസുകാർ നമ്മളെ സഹായിച്ചതും എന്തിന് ഫ്രാൻസിന്റെ അധീനതയിലുണ്ടായിരുന്ന മാഹി, പോണ്ടിച്ചേരി ഇതൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് പല രൂപത്തിൽ. അപ്പം ഫ്രഞ്ചുകാരുമായി ബന്ധപ്പെട്ട് ഇൻഡോ ഫ്രഞ്ച് സൗഹൃദത്തിൽ നൽകിയ സംഭാവന പരിഗണിച്ചാണ് ഇപ്പം നമ്മുടെ തിരുവിതാംകൂർ രാജവംശത്തിലെ അവിടുത്തെ ഈ പറയുന്ന പുതിയ തലമുറയിൽപ്പെട്ട ഇവർക്ക് എന്ത് കിട്ടുന്നത്? പുരസ്കാരം കിട്ടുന്നത്. അപ്പോൾ ഫ്രഞ്ച് അധ്യാപികയാണ് ഗൗരി പാർവതിബായി. പൂയം തിരുനാൾ എന്ത് കിട്ടുന്നു? ഈ പറയുന്ന ഫ്രാൻസിന്റെ പുരസ്കാരം കിട്ടുന്നു. അത് പറയുമ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ ഇവിടെ അഡീഷണലി കൊടുത്താണ്, കാരണം മാറിപ്പോവാതിരിക്കാനാണ് ഞാനത് ഇവിടെ ചേർത്ത് പറഞ്ഞത്. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? അതുകൂടി ചേർത്ത് പഠിക്കുക. പൂയം തിരുനാൾ എന്ത് കിട്ടുന്നു? ഫ്രാൻസിന്റെ സിവിലിയൻ പുരസ്കാരം കിട്ടുമ്പോൾ ഈ കാണുന്ന ഇവരെ നിങ്ങൾ പലപ്പോഴും ടി വിയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമായിരിക്കും. എനിക്ക് തോന്നുന്നു പൂയം തിരുനാൾ ഗൗരി പാർവതിബായിയേക്കാൾ കൂടുതലും ടി വിയിലൊക്കെ പലപ്പോഴും കാണുന്നത് അശ്വതി തിരുനാളിനെയാണ്. നോക്കൂ, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി. നോക്കണേ, ഇത് ഗൗരി പാർവതിയാണ്, ഇത് ഗൗരി ലക്ഷ്മിയാണ്. ഇതൊക്കെ മുമ്പുള്ള പേരുകളാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നാള് പറയുന്നത്. അപ്പൊ അത് പൂയം തിരുനാൾ ഗൗരി പാർവതിബായിയും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായിയും. അപ്പൊ അശ്വതി തിരുനാൾ എന്ത് കിട്ടുന്നു? ഇവർക്ക് പത്മശ്രീ കിട്ടുന്നുണ്ട്. അപ്പൊ പത്മശ്രീ കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ 2024 പത്മശ്രീ കിട്ടിയത് ആർക്ക് വെച്ചാൽ ഓപ്ഷനിൽ ചിലപ്പോൾ ഇത് കൊടുക്കാം, ഇവരുടെ പേര് കൊടുക്കാം. അപ്പൊ ഗൗരി പാർവതിബായിക്കല്ല, ഗൗരി ലക്ഷ്മിബായിക്കാണ് 2024 എന്ത് കിട്ടുന്നത്? പത്മശ്രീ കിട്ടുന്നത്. ഓക്കെ, അത് ഓർത്ത് വെക്കണം. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് പോട്ടെ. ഞാൻ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച അന്തർവാഹിനി ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി ആദ്യമായി നിർമ്മിച്ച അന്തർവാഹിനിയുടെ പേരാണ് ഷൽക്കി. എന്താടാ? കൽക്കി അല്ല, ഷൽക്കി. INS ഷൽക്കി പഠിച്ചു വെക്കുക. ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച അന്തർവാഹിനിയാണ് INS ഷൽക്കി. ഇന്ത്യ ആദ്യമായി നിർമ്മിച്ച അന്തർവാഹിനി INS ഷൽക്കി. സെറ്റാണ്. നോക്കൂ, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരമാണ് അനുപ്രിയ. കണ്ടോ, ഇതാണ് നമ്മുടെ മലയാളികൾക്ക് അഭിമാനമായി മാറിയ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ പങ്കെടുത്തു. അവിടെ ഷോട്ട് പുട്ടിൽ എന്ത് നേടുന്നു? സ്വർണം നേടുന്നു അനുപ്രിയ. മറന്നു പോകേണ്ട അനുപ്രിയയെ. വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി സെന്ററും മഹാരാഷ്ട്ര വനം വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ജടായു പദ്ധതി. അപ്പൊ ജടായു പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മുടെ ജടായു പാറയുമായി ബന്ധപ്പെട്ടൊന്നും നിങ്ങൾ ആലോചിച്ച് വെക്കണ്ട. ഇത് ബോംബെയിലാണ്. നമ്മൾ ദാദാഭായ് നവറോജിയെ കുറിച്ചൊക്കെ പറയുമ്പം പിള്ളേരെ പഠിപ്പിക്കാറുണ്ട്, ഹിസ്റ്ററിയുടെ സാർമാർ നിങ്ങൾക്ക് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. പാഴ്സി മതം, ആ പറയുന്ന ഇന്ത്യയിലെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ വന്ന പാഴ്സി മതക്കാരൻ ദാദാഭായ് നവറോജി ഒക്കെ പറയുമ്പോൾ പറയാറുണ്ട്, പാഴ്സി മതത്തിൽ ആ വെള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് നിങ്ങൾക്കറിയാം ബോംബെയിൽ ഉണ്ടായിരുന്ന ഒരു ആചാരം, അവരുടെ മരണത്തിന് ശേഷം ആ മൃതശരീരം എടുത്തിട്ട് ഇങ്ങനെ ഒരു കുന്നും പുറത്ത് അല്ലെ ഒരു വലിയ നമ്മൾ ബേക്കൽ കോട്ട എന്നൊക്കെ കാണാം, അതുപോലത്തെ ഒരു സ്ഥലമുണ്ട്, ഒരു വലിയ റൗണ്ടൊക്കെ ഒരു വലിയ ഹൈറ്റിൽ ഒരു കടലിൻ്റെ തീരത്ത് അവിടെ കൊണ്ടുവെക്കും. പിന്നീട് കഴുകന്മാർ വന്നിട്ട് ആ ശരീരം ആ രൂപത്തിലുള്ള ചില ചടങ്ങുകളൊക്കെ അവിടെ ഉണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ കഴുകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോംബെയിൽ പല കാര്യങ്ങളും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ബോംബെ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ നഗരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ഉണ്ടായിരുന്ന കഴുകന്മാരുടെ അല്ലെങ്കിൽ അതിൻ്റെ വംശനാശന ഭീഷണി നേരിടുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണ് ജടായു പദ്ധതി. അനുപ്രിയ മറക്കേണ്ട ഷോർട്ട് പുട്ട് കേട്ടോ. ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ നിയമ മന്ത്രാലയം ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പറാണ് 144 144 എഴുതുക, എന്നിട്ടൊരു 54 എഴുതുക. ശരിക്കും പറയുകയാണെങ്കിൽ അല്ലേ, ഈ 5 ഒന്നുകൂടി കുറച്ചാൽ സെറ്റാണ്, ഫുള്ള് 4 കിട്ടും.
അപ്പോൾ ആദ്യം ഒരു 1 പിന്നെ ഒരു 5 ബാക്കിയൊക്കെ 4. അതാണ് നിയമസഹായം. ഇതൊന്നും നമുക്ക് ഓർക്കാൻ വേറൊരു മാർഗ്ഗമില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാണ്, കാരണം നിങ്ങൾക്ക് ഇത് പഠിച്ചു വെക്കണ്ടേ. ഇപ്പം 144 പഠിച്ചു വെക്കുക, പിന്നെ ഒരു 54 പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ 3 4 ഇട്ടിട്ട് അല്ലേ, ഒരു 1 ആദ്യം ഒരു 5 ഇട്ട് വെക്കുക. ശരിക്കും ഈ 5 1 കുറച്ചാൽ മതി, എന്നാൽ സുഖമായിരുന്നു, ഫുള്ള് 4 ആകും അല്ലേ. അപ്പം 144 54 144 54 എന്താണ്? നിയമസഹായം കേട്ടോ. ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ന്യായ സേതു ട്രോഫി നമ്പറാണ് എന്ത്, ഈ പറയുന്ന സാധനം. ലോകത്തിലെ ആദ്യത്തെ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക്. കണ്ട നിങ്ങൾ, ഇതൊരു പ്രത്യേകതരം ടൈഗറാണ്. നമ്മുടെ മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം അല്ലെങ്കിൽ മനുഷ്യരീതിയിൽ മെലാനിൻ എവിടെ കാണുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബയോളജി പഠിച്ചവർക്ക് അറിയാം. അപ്പോൾ ആ മെലാനിൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇവരുടെ മേലെ ആലോചിച്ചാൽ മതി. കടുവയുടെ മേലെ ആ ഒരു പ്രത്യേക നിങ്ങൾ ടോൺ കണ്ടോ, അതിനൊരു സ്കിൻ ടെക്സ്ചർ കണ്ടോ നിങ്ങൾ. അപ്പോൾ ഈ പറയുന്ന കടുവയുടെ മേലെ ആലോചിക്കുക. ലോകത്തിലെ ആദ്യത്തെ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക് സിംലിപാലാണ്. എവിടെയാണ്? ഈ പറയുന്ന സിംലയിലെ പാല് കുടിച്ചിട്ടാണോ ആലോചിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുക. ഈ പാല് കുടിച്ചിട്ടാണ് ഇതിൻ്റെ മേലൊക്കെ ഇങ്ങനെ ആയിപ്പോയത്. അപ്പം മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക് ലോകത്തിലെ ആദ്യത്തെ, എനിക്ക് തോന്നുന്നു ഈ ഒരു കടുവകൾ വേറെ എവിടെ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഒഡീഷയിലാണ് സിംലിപാല്. അപ്പം സിംലിപാൽ ടൈഗർ റിസർവ് ഒഡീഷയിലാണ്. ഇവിടെയാണ് എന്ത് ചെയ്തത്, വേൾഡ്സ് ഫസ്റ്റ്, ആദ്യത്തെ, ലോകത്തിലെ ആദ്യത്തിനാണ് കേട്ടോ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക്. പഠിച്ചു കൊടുക്കുക കേട്ടോ, ടൈഗർ സഫാരി പാർക്ക്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ തമിഴ്നാട് വനിതയാണ് നമ്മുടെ മുത്താണ് അവള്, മുത്തമിഴ് സെൽവി അല്ലേ. സെന്തമിഴ് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തമിഴാണ് എന്ന് പറഞ്ഞു നോക്കിയേ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ തമിഴ്നാട്ടിലെ വനിത ആരാണെന്ന് ചോദിച്ചാൽ, തമിഴ് വനിതയെ ചോദിച്ചാൽ നമ്മുടെ മുത്തമിഴ് സെൽവി നമ്മൾ പൊതുവെ പറയാറില്ലേ. അപ്പം മുത്തമിഴ് സെൽവി കണ്ടോ. അവിടുത്തെ മന്ത്രിയാണ് ഉദയനിധി സ്റ്റാലിൻ്റെ മകനാണല്ലോ, അദ്ദേഹമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണാൻ അല്ലേ. അപ്പോൾ അടുത്തൊരു പോയിന്റിലേക്ക് പോവാണ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിനെ ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. നല്ലൊരു കാര്യം അല്ലേ. നമ്മൾ സ്കൂളുകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഉച്ചഭക്ഷണ പദ്ധതി, അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. അപ്പം നമ്മളിപ്പോൾ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ലൈസൻസും സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ സ്കൂളുകളിൽ പലപ്പോഴും പണ്ടേ ആളുകൾ ഇങ്ങനെ ഇഷ്ടമുള്ള ആളുകൾ ഇങ്ങനെ നോക്കും വെക്കും ഒക്കെ പോവുകയാണ്. അപ്പോൾ അതൊക്കെ മാറ്റം വരുത്തി സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് വേണ്ടി ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ചോദിച്ചാൽ എഴുതിക്കൊള്ളുക, അത് കേരളമാണ്. ഒരു മാർക്ക് കിട്ടുക, കേരളം മറന്നു പോകണ്ട. അപ്പോൾ തമിഴ്നാട് എവറസ്റ്റ് കീഴടക്കിയ വനിതയാണ് മുത്തമിഴ് സെൽവി. സിംലിപാൽ ടൈഗർ റിസർവ്, സിംലിപാൽ കുടിച്ച് എന്താക്കി, ഈ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക് വരുന്നു. ദെൻ 2024 ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് നമ്മൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ് ആണ് 2024 ലോക തണ്ണീർത്തട ദിനത്തിലെ പ്രമേയം എന്നാണ്. മക്കളെ, ഫെബ്രുവരി മാസം 2 തീയതി നിങ്ങൾക്കറിയാം ലോകത്ത് തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ലോകത്ത് തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് എല്ലാ വർഷവും ഫെബ്രുവരി 2 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിപ്പിച്ചു. ഈ 2024 പല സെൻറ്ററിലും പഠിപ്പിച്ചതിന് ശേഷം നോക്കൂ, ഈ ക്ലാസ് ഞാൻ എടുക്കുന്ന വേളയിൽ ഒരു എക്സാം നടന്നു, PSC LD ക്ലർക്കിൻ്റെ ഒരു പരീക്ഷ. ആ പരീക്ഷയിൽ അതുപോലെ പഠിപ്പിച്ചപ്പോൾ തന്നെ ചോദിച്ചു, പിള്ളേർക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഈ പറയുന്ന അടുത്ത കാലത്തൊക്കെ പല പരീക്ഷകളിലും എന്താവാറുണ്ട്, പ്രമേയങ്ങൾ കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷത്തും ഈ വർഷത്തൊക്കെ നിങ്ങൾ പഠിക്കണം. പ്രധാനപ്പെട്ടതെല്ലാം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരും. അപ്പം ഇപ്പം തന്നെ പഠിച്ചോളുക. 2024 ലോക തണ്ണീർത്തട ദിനത്തിലെ പ്രമേയം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. 2024 മെയ് മാസത്തിൽ നടന്ന LD ക്ലർക്ക് പരീക്ഷയിൽ ചോദിച്ചാണ്. വേറെ ഏതൊരു പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്, എല്ലാവർക്കും ഇല്ല LD ക്ലർക്ക്. ആ ഒരു LDC പരീക്ഷയിൽ ചോദിച്ചാണിത്. അപ്പോൾ അത് പഠിച്ചു വെക്കണം. അപ്പോൾ തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ്, ഹ്യൂമൻ വെൽബീയിങ്. ഓക്കെ, അപ്പോൾ ലോക തണ്ണീർത്തട ദിനത്തിലെ 2024 പ്രമേയം മനുഷ്യക്ഷേമമാണ്. എന്നാൽ കഴിഞ്ഞ വർഷം അതെന്തായിരുന്നു, ഇത് തണ്ണീർത്തട പുനഃസ്ഥാപനത്തിനുള്ള സമയമാണ് അല്ലേ, റീസ്റ്റോറേഷൻ. അപ്പോൾ ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്. അപ്പോൾ 2023 ഇത് തണ്ണീർത്തട പുനഃസ്ഥാപനത്തിനുള്ള സമയമാണ് എന്ന് ആലോചിച്ച് നോക്കുക. ഇത് തണ്ണീർത്തട പുനഃസ്ഥാപനത്തിനുള്ള സമയമാണെന്ന് പറയുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം എന്ത് പറയുന്നു, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്ന് പറയുന്നു. നമ്മൾ അങ്ങനെ തന്നെ ആലോചിക്കുക. കഴിഞ്ഞ വർഷം പറയുന്നു ഇത് തണ്ണീർത്തട പുനഃസ്ഥാപനത്തിനുള്ള സമയമാണ്, ഇത് തണ്ണീർത്തട പുനഃസ്ഥാപനത്തിനുള്ള സമയമാണ്. എന്നാൽ ഈ വർഷം എന്ത് പറയുന്നു, 2024 തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും അല്ലേ, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. നോക്കൂ, 2024 പുതിയ കണക്ക് പ്രകാരം ഇന്ത്യയിൽ റാംസർ സൈറ്റുകളുടെ എണ്ണം നല്ല റൗണ്ട് സംഖ്യയാണ്, പിടിച്ചുകൊള്ളുക 80. ചെക്ക് ചെയ്യണം,
ഇതൊക്കെ മാറാൻ സാധ്യതയുണ്ട്. നിലവിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തുള്ള സ്റ്റാറ്റസ് ആണ് പറയുന്നത്. 80 തണ്ണീർത്തടങ്ങളാണ് ഉള്ളത്. ഓക്കെ, 80. അതിനകത്ത് കേരളത്തിൽ 3 റാംസർ സൈറ്റുകളുള്ളത്. തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം റാംസർ ഉടമ്പടിയും അല്ലേ, ഒരുപാട് ക്യോട്ടോ പ്രോട്ടോക്കോൾ, അങ്ങനെ ഒരുപാട് കാര്യം നമുക്ക് പഠിക്കാനുള്ളതൊക്കെ നമുക്ക് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സാർമാർ ക്ലാസ് എടുത്ത് വരും. ഞാൻ അതിലേക്ക് കടക്കുന്ന സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ റാംസർ സൈറ്റുകളുടെ എണ്ണം ഇന്ത്യയിൽ 80 എണ്ണമാണ് നിലവിൽ. കേരളത്തിൽ 3 റാംസർ സൈറ്റുകൾ. നിങ്ങൾക്കൊക്കെ അറിയാം, അഷ്ടമുടിക്കായൽ അല്ലേ, അഷ്ടമുടിക്കായൽ, നമ്മുടെ നീരാളിയുടെ ആകൃതിയുള്ള, പനയൂരുടെ ആകൃതിയുള്ള അഷ്ടമുടിക്കായൽ, വേമ്പനാട്ട് കായൽ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ശാസ്താംകോട്ടക്കായൽ അല്ലേ, എഫ് ആകൃതിയിലൊക്കെ കാണപ്പെടുന്ന കേരളത്തിലെ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. അപ്പോൾ അഷ്ടമുടിക്കായൽ, വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ടക്കായലൊക്കെ നിങ്ങൾക്കറിയാം. യെസ്, നോക്കൂ അടുത്തൊരു പോയിന്റ്. സംസ്ഥാനത്തെ മുൻസീഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ജഡ്ജിമാരെ കുറിച്ചുള്ള ഒരു വസ്തുതയാണേ. സംസ്ഥാനത്തെ മുൻസീഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർക്ക് ഇനി ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് ഇവർ അറിയപ്പെടുക? അപ്പോൾ അവരെ മുൻസീഫ് ജഡ്ജി എന്നും മജിസ്ട്രേറ്റ് ജഡ്ജി എന്നും സബ് ജഡ്ജി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനത്ത് മുൻസീഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവരെ ഇനി എന്ത് വിളിക്കും? സിവിൽ ജഡ്ജി എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? സിവിൽ ജഡ്ജി. ഒരു രസകരമായ ഫാക്റ്റാണ് പഠിച്ചു കൊടുക്കുക. സിവിൽ ജഡ്ജി കൗതുകത്തോടെ പഠിച്ചു വെക്കുക. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി വീണ്ടും നിയമിതനായ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ പേര് ജയ്ഷാ എന്നാണ്. ഈ മുഖം കണ്ടാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ പെട്ടെന്ന് കത്തും. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി, ഓക്കെ, 2ാം നരേന്ദ്രമോദി സർക്കാരിലെ ആഭ്യന്തരം കൈകാര്യം ചെയ്തത് അമിത് ഷാജിയാണ്. അപ്പൊ അമിത് ഷാ അല്ലേ, അമിത് ഷാ, മോഡി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് അമിത് ഷാ. അപ്പൊ അമിത് ഷായുടെ മകനാണ് ഇത് കേട്ടോ. അതാണ് അദ്ദേഹത്തിന്റെ പേര് ജയ് ഷാ. അമിത് ഷായിലെ ജയ് ഷാ പഠിച്ചു വെക്കുക. പഠിക്കാൻ വേണ്ടി പറഞ്ഞ അതൊന്നും ചോദിക്കില്ല, അമിത് ഷായുടെ മകനും ചോദിക്കില്ല, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞ അദ്ദേഹമാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ. അടുത്തൊരു പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി. നമ്മൾ പല രൂപത്തിലുള്ള ലിപികൾ പഠിക്കാറുണ്ട് അല്ലേ. അപ്പോൾ എപ്പിഗ്രഫി എന്നൊക്കെ പറയുമ്പം ഈ പോയിന്റൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് LP UP എക്സാം എഴുതാൻ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം ഹൈദരാബാദാണ്. ഹൈദരാബാദിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ 2023 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും റോക്ക് മ്യൂസിയം നിലവിൽ വന്നത് എവിടെയെന്നൊക്കെ. അപ്പോൾ റോക്ക് മ്യൂസിയം നിലവിൽ വന്നത് ഹൈദരാബാദാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? എപ്പിഗ്രഫി ഹൈദരാബാദിലാണെന്ന് പഠിച്ചു വെക്കുക. അമിത് ജയ് ഷാ മറന്നുപോണ്ട. ഹൈദരാബാദിൽ എപ്പിഗ്രഫി എവിടെ വരുന്നു? അല്ലെങ്കിൽ മ്യൂസിയം എവിടെ വരുന്നു? ഹൈദരാബാദ്. ജയ് ഷാ സിവിൽ ജഡ്ജ് എന്ന പേര് മറന്നു പോകണ്ട. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത്. അപ്പോൾ കേരളത്തിലെ ഒരു പ്രദേശം എന്ത് ചെയ്യാണ്? ഒരു ജുഡീഷ്യൽ സിറ്റി പോലെ ആക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഹൈക്കോടതി വരെ ഉൾപ്പെടുന്ന ആ മേഖല നമുക്ക് കളമശ്ശേരി എന്താക്കാൻ തീരുമാനിച്ചു? ജുഡീഷ്യൽ സിറ്റി ആക്കാൻ തീരുമാനിച്ചു എന്ന കാര്യം മറന്നു പോകണ്ട. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിപ്പിച്ചിട്ടില്ലാത്തവർക്കായുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ച മലയാളം. എന്താണ്? നമ്മളെ ഔദ്യോഗികമായിട്ട് വിദ്യാഭ്യാസത്തിൽ മലയാളം ഒന്നും പഠിക്കാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് സാക്ഷരതാ മിഷൻ എന്ത് ചെയ്യാണ്? നല്ല മലയാളം പഠിപ്പിച്ചു കൊടുക്കണം. നല്ല പച്ച മലയാളം പഠിച്ചു വെക്കുക. അപ്പോൾ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്കായുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ച മലയാളം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഒലേഗ്. ഈ പേര് എനിക്ക് ഇവിടുന്ന് സ്ക്രീനിൽ നോക്കിയാൽ കാണൂല, അതുകൊണ്ട് ഇച്ചിരി ബേക്കോട്ട് നിന്നാ നോക്കിയാൽ കാണും. ഒലേഗ് കൊനൻകോ. എന്താ പേരില്ലേ? ഒലേഗ്. അവന്റെ പേരെന്താണ്? ഒലേഗ് കൊനോൻകോ. വല്ലാത്തൊരു പേരാന്ന് പഠിച്ചു കേട്ടോ. കൊനോൻകോ. ഇതൊക്കെ നമുക്കേ ഒരിക്കൽ കിട്ടിയാൽ മറന്നുപോല. നിങ്ങൾ എപ്പോഴും തെറ്റിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, സിമ്പിൾ ചോദ്യമായിരിക്കും. ഇതൊന്നും നമ്മൾ തെറ്റിപ്പോല. അപ്പോൾ അവന്റെ പേരെന്താടാ? ഒലെഗ് കൊനോൻകോ. കോക്കോ എന്ന് പഠിച്ചേക്കല്ലേ. നമ്മൾ കോക്കോ ഗൗഫ് ഒക്കെ പഠിക്കാറുണ്ട് ടെന്നീസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കോക്കോ എന്ന് വെച്ചാൽ ഒലെഗ് കോക്കോ. ഒലക്കയിലെ കോക്കോ ഒന്നും പഠിക്കില്ലേ. ഒലെഗ് കോനോ നെൻകോന്നോ എന്തെങ്കിലുമൊക്കെ പഠിച്ച് ഇയാളെ മറന്നു പോകാതിരുന്നാൽ മതി. പേര് റഷ്യൻ പേരായതുകൊണ്ട് നമ്മളെ മനസ്സിൽ കിട്ടണമല്ലോ. അപ്പോൾ ഇതാ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് അദ്ദേഹം ഏകദേശം 878 ദിവസം, എത്ര ദിവസം? 878 ദിവസം ബഹിരാകാശത്ത് അങ്ങോട്ട് താമസിച്ചു. എന്നിട്ട് നമ്മൾ ഇത് കഷ്ടപ്പെട്ട് നമ്മൾ പഠിക്കണം. മൂപ്പർക്ക് അവിടെ താമസിച്ചാൽ മതി അല്ലേ. അപ്പം റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി. നമ്മൾ ബഹിരാകാശത്തേക്ക് ഒരു ഗഗൻയാൻ വിടാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പം പ്രശാന്ത് നായരെ കുറിച്ച് പോകുന്നതിന് മുമ്പേ നമ്മൾ ഇത്രത്തോളം പഠിക്കാനുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ദിവസം 878 ദിവസം പുള്ളിക്കാരൻ നിൽക്കുകയാണ്. ഒലെഗ് മറന്നു പോവുക. ഒലെഗ്
കൊനോൻകോ, ഓ ലെഗ്. ഞാൻ എഴുതി നോക്കട്ടെ അല്ലേ, ഓ ലെഗ്, ഓ ലെഗ്. ഇത് മലയാളത്തിൽ മാറ്റി ചെറിയ പേരൊക്കെ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും അല്ലേ. ദെൻ കോ നോ അല്ലേ, കൊനോ എന്ന് എഴുതാം, കൊനോ കൊനോ. ഓ ലെഗ് കൊനോ, കൊനോ നെൻകോ. എന്താ അത് പേര് അല്ലേ. അപ്പോ ഓ ലെഗ് കൊനോനെൻകോ, ആ സാധനം, ആ പേര് മറന്നു പോകേണ്ട, സെറ്റാണ്. നോക്കൂ, 2024 ഫെബ്രുവരിയിൽ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആചരിക്കുന്നത്? 2024 മക്കളെ ഞാൻ നേരത്തെ പഠിപ്പിച്ചു നിങ്ങൾ. 2024 ജനുവരി മാസം 21-ാം തീയതി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ചെന്താണ്? ലെനിനുമായി ബന്ധപ്പെട്ട് അല്ലേ അദ്ദേഹത്തിന്റെ ചരമവാർഷികം ആചരിച്ചു 2024 ജനുവരി 21. ജനുവരി 22 എന്തായിരുന്നു? രാം ക്ഷേത്രം അല്ലേ, അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് 2024 ജനുവരി 22. ഇവിടെ 2024 ഫെബ്രുവരി മാസത്തില് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആചരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. എന്ത് പഠിക്കണം? 1824 അദ്ദേഹം ജനിക്കുന്നത്. 1824. അപ്പൊ 924 എത്തിയപ്പോൾ 100ാമത്തെ വാർഷികം അല്ലേ, 100 വയസ്സ്. അതിനുശേഷം വീണ്ടും 2024 200. അപ്പൊ അത് ഓർത്ത് വെച്ചാൽ മതി. സ്വാമി ദയാനന്ദ സരസ്വതി, സ്വാമി ദയാനന്ദ സരസ്വതി 1824 അദ്ദേഹം ജനിച്ചോട്ടോ. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനമാണ് സുപ്രീം കോടതി. പഠിച്ചോളുക. ദയാനന്ദ സരസ്വതിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ 1824 കുറിച്ച് പറയുകയാണെങ്കിൽ സുപ്രീം കോടതി എന്താണ് സംഭവിക്കുന്നത്? സുപ്രീം കോടതി 1950 സുപ്രീം കോടതി ഉണ്ടായത്, നിങ്ങൾക്ക് അറിയില്ലേ, രൂപീകരിച്ചത്. അപ്പോൾ അതിൻ്റെ ഈ പറയുന്ന ആലോചിക്കുകയാണ് വജ്ര ജൂബിലി എന്ന് ആലോചിച്ച് വെക്കണം നിങ്ങൾ. ആഘോഷിക്കുന്നത് വജ്ര ജൂബിലിയാണ് സുപ്രീം കോടതി. കേരളത്തിലെ മുൻ വിവരാവകാശ കമ്മീഷൻ, വളരെ ശ്രദ്ധിക്കണം, നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന വിശ്വാസ് മേത്ത. വളരെ വിശ്വാസമാണ് നമ്മുടെ മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ അദ്ദേഹത്തെ. അപ്പോൾ ആ വിശ്വാസ് മേത്ത അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞു. അദ്ദേഹം വിവരാവകാശ കമ്മീഷണറായി വർക്ക് ചെയ്തു. അതിനൊക്കെ ശേഷം അദ്ദേഹം ഒരു ആത്മകഥ എഴുതി. ഇപ്പം പല ഉദ്യോഗസ്ഥന്മാർ ആത്മകഥ എഴുതുന്നൊരു ട്രെൻഡാണ്. അങ്ങനെ അവർക്കങ്ങോട്ട് എഴുതിയാൽ നമ്മളിതൊക്കെ പഠിക്കണം അല്ലേ. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അതിജീവനമാണ്. ശരിക്കും പറയാനുള്ള അതിജീവനം തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലേ. നാളെ നിങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥരാവേണ്ടവരല്ലേ. അപ്പം അതിജീവനം ആലോചിക്കുക. ഇതൊരു സർക്കാർ പദ്ധതിയല്ല, സാമൂഹ്യ സുരക്ഷാ പദ്ധതി അല്ല കേട്ടോ അതിജീവനം. പേര് ശ്രദ്ധിക്കണം, അതിജീവനം, അതിജീവനം, അതിജീവനം. ഇതാണ് വിശ്വാസ് മേത്ത, പുള്ളിക്കാരൻ്റെ ആത്മകഥ ഓട്ടോബയോഗ്രഫിയാണ് അതിജീവനം. അതിജീവനം. നോക്കൂ, പൊതുപരീക്ഷാ ബിൽ 2024 ലോക്സഭ പാസ്സാക്കിയതെന്ന് ചോദിക്കും. 2024 ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ് പൊതുപരീക്ഷാ ബിൽ എന്നാണ് ലോക്സഭ പാസ്സാക്കിയത്. നല്ലൊരു ചോദ്യമാണ്. 2024 ഫെബ്രുവരി മാസം 6-ാം തീയതി. എന്താണ് ഈ പൊതുപരീക്ഷാ ബിൽ? നോക്കൂ, പൊതുപരീക്ഷകളിലെ കോപ്പിയടി തടയുന്നതിനും നീതിപൂർവമായ പെരുമാറ്റം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വിവിധ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരികയാണ്. അപ്പം നമ്മൾ പൊതുവേ ഇപ്പോൾ UPSC, റെയിൽവേ, നീറ്റ് അങ്ങനെ ഏതൊരു പരീക്ഷ എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരുപാട് മാനദണ്ഡങ്ങൾ, ക്രൈറ്റീരിയ ഒക്കെ ഇപ്പം പണ്ടുള്ളതൊക്കെ ഇപ്പം മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ പലതും തെറ്റായ പ്രവണതകൾ വരുമ്പം നമ്മുടെ പാർലമെൻറ്റ് പൊതുപരീക്ഷാ ബിൽ 2024 കൊണ്ടുവന്നു. എന്നാ കൊണ്ടുവന്ന് ചോദിച്ചാൽ ഫെബ്രുവരി മാസം 6-ാം തീയതി. മറന്നു പോകണ്ട, 2024 ഫെബ്രുവരി മാസം 6-ാം തീയതി പൊതുപരീക്ഷാ ബില്ല് കൊണ്ടുവന്നു. ഇതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഞാനിങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞാൽ പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഈ വ്യാജ പരീക്ഷകൾ നടത്തുക, അത്തരം കാര്യങ്ങൾ തടയുക, ആൾമാറാട്ടം നടത്തുന്നത് തടയുക അല്ലേ, ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക, അങ്ങനെ ചോദ്യപേപ്പറിൽ ഉത്തരസൂചികളോ അങ്ങനെയെല്ലാം ചോരുന്നത് തടയുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ PSC ആണെങ്കിലും UPSC ആണെങ്കിലും അവരൊക്കെ പാലിക്കേണ്ട കാര്യങ്ങൾ, ഈ മെറിറ്റ് ലിസ്റ്റുകൾക്കോ റാങ്കുകൾക്കോ വേണ്ടിയുള്ള രേഖകൾ കൃത്യമായി കാണിക്കുക, ഇതെല്ലാം പരിഷ്കരിച്ച് ഇതിനൊക്കെ ഒരു കൃത്യമായ ഒരു രൂപരേഖ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന പൊതുപരീക്ഷാ ബിൽ 2024 പാർലമെന്റിൽ ലോക്സഭ പാസ്സാക്കുന്നത് 2024 ഫെബ്രുവരി മാസം 6-ാം തീയതി. മറന്നു പോകണ്ട. 2024 ഫെബ്രുവരിയിൽ നടക്കുന്ന 11ാമത് ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി നോക്കണേ. ലോകത്തിലെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു ഔദ്യോഗിക പരിപാടി പോലെ കണക്കാക്കേണ്ട പ്രോഗ്രാമാണ് 2024 ഫെബ്രുവരിയിൽ നടക്കുന്ന 11ാമത് ലോക സർക്കാർ ഉച്ചകോടി. അതിന്റെ വേദി ദുബായ് ആണ് മക്കളെ, ദുബായ് ആണ്. മറന്നു പോകണ്ട. 2024 ഫെബ്രുവരിയിൽ നടക്കുന്ന 11ാമത് ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി ദുബായ്. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ വളരെ ശ്രദ്ധിക്കണം. ഏഷ്യൻ കപ്പ് AFC എന്ന് വിളിക്കും, KFC അല്ല AFC. ആ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ നടന്നത് ഖത്തറിലാണ്. ഇതിലെ ജേതാവ് ആരെന്ന് ചോദിച്ചാൽ അതും ആരാണ്? നമ്മുടെ ഖത്തർ തന്നെയാണ്. അപ്പൊ കപ്പടിച്ചതും നടന്നതും ഖത്തറിലാണെന്ന് ഓർത്തു വെക്കണേ. ടെന്നീസുമായി ബന്ധപ്പെടുത്ത ഇദ്ദേഹത്തെ മറന്നു പോകണ്ട. കുറച്ച് നര കൊടുത്തിട്ടുണ്ട്, ഫോട്ടോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ കാരണം നിങ്ങൾ ആ നര ചിന്തിച്ചോടല്ലേ, ഒരു സൾട്ട് ആൻഡ് പേപ്പർ ലുക്ക് നിങ്ങൾക്ക് വരണം.
ടെന്നീസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്നാണ് ഇവിടെ കൊടുത്തത് അല്ലേ? ചെറുതായിട്ടൊന്ന് മാറിപ്പോയതാണ്. ഏറ്റവും പ്രായം കൂടിയ താരം. ഓക്കെ, ഇപ്പൊ ടൈപ്പിംഗ് പിശകാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ ടെന്നീസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം. ഞാൻ അതുകൊണ്ടാണ് കുറച്ച് നരയൊക്കെ പറഞ്ഞു അല്ലേ? പുള്ളിക്കാരൻ നരയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ. നമ്മുടെ ഇന്ത്യയിൽ ഇദ്ദേഹത്തെ നമുക്ക് ഒരുപാട് കാലമായി, ഇപ്പോൾ റേഡിയോ ഉള്ള കാലം തൊട്ട് ഇങ്ങനെ കേൾക്കുന്നവരൊക്കെ റേഡിയോയിലൊക്കെ രോഹൻ ബൊപ്പണ്ണ സഖ്യം, മഹേഷ് ഭൂപതി, രോഹൻ ബൊപ്പണ്ണ സഖ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ടെന്നീസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. രോഹൻ ബൊപ്പണ്ണയെ മറന്നു പോകണ്ട. ടെന്നീസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. ഇനി നമുക്ക് ചില ചോദ്യങ്ങളാണ്. നോക്കൂ മക്കളെ, ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. നമ്മൾ ഇത്രയും നേരം പഠിച്ച കുറച്ച് പോയിന്റുകളല്ലോ, അത് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ? മാർക്ക് ചോദ്യം ചോദിച്ചാൽ എക്സാമിന് കിട്ടുമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കണേ. സാഹിത്യ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തുക. ഓക്കെ, 2024 അക്ബർ കക്കഡിൽ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ്. ഒരിക്കലും നിങ്ങൾ ഇത് പരീക്ഷിക്കാൻ തെറ്റിക്കരുത്. അക്ബർ കക്കഡിൽ, അക്ബറിന്റെ ജാതകം വേദങ്ങളിലുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ? റഫ് ബുക്കിൽ എഴുതി വെക്കുക. എന്താണ്? കടമല്ലേ? അപ്പം കടം കൊടുക്കുക. കടമനിട്ട പുരസ്കാരമാണ് റഫീഖ് അഹമ്മദ്. അപ്പോൾ ഇത് തെറ്റാണ്. പ്രസ്താവന വിലയിരുത്തണം. അപ്പോൾ ഇത് തെറ്റൊക്കെ. 2024 പൂന്താനം സ്മാരക പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. തുമ്പി എവിടെ ഉണ്ടാവും? പൂന്തോട്ടത്തിലുണ്ടാവും. അപ്പം പൂന്താനം തുമ്പി 24 ശരിയാണ്. അപ്പോൾ 1 തെറ്റ്, 2 ശരി. അങ്ങനെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ 1 ശരിയെന്നുണ്ട്, അത് പറ്റൂല. 2 ശരിയെന്നുണ്ട്, 1ഉം 2 ശരി, അതും പറ്റൂല. 1ഉം 2 തെറ്റുന്നുണ്ട്, അപ്പോൾ അതും പറ്റില്ല. അപ്പോൾ എന്താണ്? 2 മാത്രമാണ് ശരി. അപ്പോൾ 2 ശരി. ഇതാണ് എടുക്കാൻ പറ്റുക. ഓക്കെ, ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന വന്ധ്യതാ നിവാരണ പദ്ധതി ചോദിച്ചാൽ ഒരു ഉത്തരവേ ഉള്ളൂ, ജനനിയാണ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ്. കേരളത്തിലെ മുൻ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മേത്തയുടെ ആത്മകഥയുടെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓർമ്മ ഉണ്ടാവല്ലോ? കാലം സാക്ഷി ഒന്നല്ല, ഉമ്മൻചാണ്ടി സാറിനാണ്. ഇത് അതിജീവനമാണ് അല്ലേ? അതിജീവനമാണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി എവിടെ വന്നു? ഹൈദരാബാദ് വന്നു. ഓർമ്മയുണ്ടല്ലോ? ഹൈദരാബാദ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് പോയിന്റുകൾ ഇന്നത്തെ ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് എഴുതി നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യുക. എക്സാമുകൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. നമുക്ക് ഫുൾ മാർക്ക് നേടണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഗുഡ് ബൈ. താങ്ക് യു.